ഏറ്റവും പുതിയ സിനിമാ വാർത്തകളുമായി ഫിലിം ഫ്രീക്സിലേക്ക് സ്വാഗതം. ഭാവന സ്റ്റുഡിയോ നിർമ്മിച്ച് ഗണേഷ് ഷെഡി സംവിധാനം ചെയ്ത് നസ്ല ആൻഡ് മമിത ബൈജു പ്രധാന വേഷങ്ങളിലെത്തിയ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ സിനിമയാണല്ലോ പ്രേമലു. ഇപ്പോൾ ഇത് തെലുങ്ക് പതിപ്പിന് പിന്നാലെ തമിഴ്നാട്ടിൽ നിന്നും ചിത്രം നല്ല റെസ്പോണ്ടാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ദിവസം തന്നെ തമിഴ്നാട്ടിൽ ഏകദേശം 60 ലക്ഷം രൂപ ചിത്രം നേടി. ഇപ്പോൾ മികച്ച ബുക്കിംഗ് ആണ് തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തെലുങ്കിൽ ഇതുവരെ 11 കോടി രൂപയാണ് ചിത്രം നേടിയത്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം 35 ദിവസം കൊണ്ട് ചിത്രം 108 കോടി രൂപയാണ് വേൾഡ് വൈഡ് കളക്ഷനായി നേടിയിരിക്കുന്നത്. അടുത്തതായി ചിദംബരം സംവിധാനം ചെയ്ത് കഴിഞ്ഞ മാസം 22-ന് റിലീസ് ചെയ്ത ചിത്രമാണല്ലോ മഞ്ഞുമൽ ബോയ്സ്. സൗബിൻ കേന്ദ്ര കഥാപാത്രത്തിലെത്തി ഇതുവരെ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി മാറിയ സിനിമയാണല്ലോ മഞ്ഞുമൽ ബോയ്സ്. ലേറ്റസ്റ്റ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ചിത്രം 150 കോടി രൂപയാണ് വേൾഡ് വൈഡിൽ നിന്ന് നേടിയെടുത്തത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 57 കോടി 50 ലക്ഷം രൂപയും, തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് 45 കോടി 40 ലക്ഷം രൂപയും, കർണാടക ബോക്സ് ഓഫീസിൽ നിന്ന് 10 കോടി രൂപയാണ് ചിത്രം ഇതുവരെ നേടിയെടുത്തത്. അടുത്തായി നമ്മുടെ മമ്മൂക്ക കേന്ദ്ര കഥാപാത്രമായി രാഹുൽ സദാശിവൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണല്ലോ ഭ്രമയുഗം. ചിത്രം ഇതാ OTT പ്ലാറ്റ്ഫോമിൽ റിലീസായിരിക്കുകയാണ്. ചിത്രത്തിന്റെ അന്യഭാഷകളിൽ നിന്നും വമ്പൻ റെസ്പോൺസ് ആണ് നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം 15-ന് റിലീസ് ചെയ്ത ചിത്രം ലോകമെമ്പാടും ഏകദേശം 60 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്